ലാലേട്ടൻ നമ്മളോടത്ത് ഒരു ഹായ് പറഞ്ഞതും രാജേട്ടൻ നമ്മളടുത്ത് കറക്റ്റ് ചെയ്തിട്ട് ഇങ്ങനെയല്ല അതിൽ ഇതിങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കിയേ എന്ന് പറയുന്ന കുറേ കറക്ഷനുകൾ സംഭവിക്കുമല്ലോ. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഡയലോഗുകൾ തെറ്റി. ഇദ്ദേഹം മൈക്കിലൂടെ അതിൽ ഡയലോഗ് തെറ്റിക്കല്ലേ, അതിൽ പൃഥ്വിരാജ് എന്ന് പറയുന്ന ഡയറക്ടറിൻ്റെ ഒരു ഫോക്കസ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഫിലിമാണ്. അത്രയും വലിയൊരു സെറ്റ്, അത്രയും ആർട്ടിസ്റ്റുകളുള്ള ഒരു സിനിമ പുൾ ഓഫ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വാസ് നോട്ട് ഈസി. കാരണം നമ്മളത് കാണുന്നുണ്ട് ഡെയിലി. എന്നേക്കും എന്ന് പറഞ്ഞ സിനിമയിൽ അതിലെ ക്യാരക്ടർ റാഫി വളരെ റിഫൈൻഡ് ആയിട്ട് സട്ടിലാണ്. അയാളുടെ പുള്ളിയുടെ മൂവ്മെന്റ്സ് നോട്ടങ്ങളൊക്കെ സ്ലോ ആണ്. ഞാൻ അങ്ങനത്തെ ആളല്ല, ഞാൻ കുറച്ചും കൂടെ ഞാൻ റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ആളാണ്. അതെ അതെ, കുറച്ചൊക്കെ ഒളിപ്പിച്ച് വെക്കുന്നുണ്ടോ എന്ന് തോന്നുന്നു ഈ ഫേസ്. ഒരു മുഖമല്ലേ ഉള്ളൂ, അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ഒളിപ്പിച്ച് വെക്കാം. ഞാൻ ഭയങ്കര ദേഷ്യക്കാരനായിരുന്നു ആക്ച്വലി. ഒരു ഐ തിങ്ക് ദേഷ്യമൊക്കെ ഉള്ള ഒരാൾ തന്നെ ആയിരുന്നു. അയ്യോ നിങ്ങളെന്താ നമ്മൾ വിചാരിച്ചത് ഇങ്ങനെ, നിങ്ങളെന്തിനാ വെറുതെ വിചാരിക്കുന്നത്, വെറുതെ ഫോണിൻ്റെ മുമ്പിലിരുന്ന് എന്നാൽ ഞാനൊരു അഭിപ്രായം പറഞ്ഞേക്കാം എന്ന് പറയുന്നവരും ഉണ്ടാവും. സിനിമയിൽ ടി വി ചെയ്യുന്നവരോട് ഭയങ്കര താല്പര്യമൊന്നുമില്ല ടു ബി ഓണസ്റ്റ്. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വരണം. കാലം മാറുകയാണ്, ചിന്തകൾ മാറുകയാണ്. നമ്മളിപ്പോഴും മറ്റേ കൊടിയും തൂക്കി പിടിച്ച് ഇതാണ് ആശയം, ഇതാണ് കറക്റ്റ് എന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ആളുകൾക്ക് ഇതിനൊന്നും സമയമില്ല, നമ്മുടെ അഭിപ്രായം കേൾക്കാനും സമയമില്ല, ഒന്നിനും സമയം. യു ഡിസൈഡ് അല്ലേ വാട്ട് സോർട്ട് ഓഫ് വർക്ക് യു വോണ്ട്. ഡു യു വോണ്ട് ടു ഓൾവേസ് വർക്ക്, ഡു യു വോണ്ട് ടു ഓൾവേസ് ഷോ യുവർ ഫേസ്. വാട്ട് ഐ ബിലീവ് ഇസ്, ഞാൻ ആ ജേർണിയിലാണ് ആസ് എൻ ആക്ടർ. എങ്ങനെയൊക്കെ കുറേ കൂടെ ബെറ്റർ ആക്കണം, ഫൈൻഡ് ആയിട്ട് എങ്ങനെയൊക്കെ ചെയ്യണം. നമുക്ക് ആക്ടർ എന്നുള്ള രീതിയിൽ കുറേ ഇനിയും ലേൺ ചെയ്യാം. ഇയർ ഒന്ന് ഡൗൺ ചെയ്തേക്കാം. ലാഗ് 70, 80, 90 വരെ, 90ന്റെ ബിഗിനിങ് വരെ ഉള്ളവരൊക്കെ വസന്തങ്ങളാണ്. അതുകൊണ്ട് പിന്നെ സമ്മതിച്ചേക്കാം. തന്നെ പേളി എനിക്കൊരു മെസ്സേജൊക്കെ അയച്ചു, നിന്നെ ഒന്ന് കാണണം, ഒരു റാഗിങ് റൂട്ടിൽ. അപ്പം ഞാൻ കാണാം. പേളി ഇപ്പം നമ്മളെന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് അതേ ഇതിലൊക്കെ നമ്മളും പറയും. സത്യം പറഞ്ഞാൽ ചില ദിവസങ്ങളിലൊക്കെ ആ സ്വാതന്ത്ര്യത്തിൽ നിന്നൊക്കെ ഇവർ ചിലപ്പോൾ ഇങ്ങനെ പിണങ്ങും. ഇവർ ചപ്പാത്തിയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടാന്നൊക്കെ പറയും. നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ആ പിണക്കമൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ആദിൽ ഇബ്രാഹിമാണ് നമുക്കൊപ്പം ഉള്ളത്. അതിൽ ശരിക്കും നാട്ടിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ പിടിച്ചുകൊണ്ടിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ എത്ര ദിവസത്തിനുള്ളിൽ തിരികെ പോകും? ഇല്ല, ഞാൻ ഇവിടുത്തെ ഒരു കുറച്ച് ദിവസം കൂടെ ഒരു വർക്ക് ഉണ്ട്, ഷൂട്ടുണ്ട്. അപ്പോൾ അത് തീർന്നു കഴിഞ്ഞാൽ തിരികെ പോകും. അങ്ങനെയാണ്. അപ്പോൾ അത് തീരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. വെബ് സീരീസ് ആണ്. അതെ, ഹോട്ട്സ്റ്റാറിന് വേണ്ടിയിട്ടൊരു വെബ് സീരീസ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരു ക്യാരക്ടർ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. നല്ല പരിപാടിയാണ്. കുഴപ്പമില്ല. കുറച്ചൊരു ഇതായിട്ടുള്ള പരിപാടിയാണ് അത്. നീന ഗുപ്ത മാം ഉണ്ട്, അതുപോലെ നമ്മുടെ റഹ്മാൻ സാറുണ്ട്. റഹ്മാൻ സാർ കുറേ കാലമായി മലയാളത്തിൽ ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്തിട്ട്. സോ അങ്ങനത്തെ ഒരു വെബ് സീരീസാണ്. പിന്നെ കുറേ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ഞാനും ഉണ്ട്. നല്ല സംഭവമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഹോപ്പ്ഫുള്ളി. സൈനയുടെ എന്നേക്കും ഷോർട്ട് ഫിലിമില് ഞാനൊരു 25 മിനിറ്റോളം കണ്ടു. കണ്ട ഭാഗമൊക്കെ നിങ്ങൾ 25 മിനിറ്റ്, നിങ്ങളെന്താ ബാക്കി 15 മിനിറ്റ് ഭയങ്കര നീളമുള്ള ഷോർട്ട് ഫിലിം അവിടെ വെച്ച് നിന്ന് പോയതാ. ഇത് വെരി സോറി ആക്ച്വലി. ഇത് എല്ലാവരോടും പറയാനുള്ളത്, ഇതൊരു ഷോർട്ട് ഫിലിം ആണെങ്കിലും ഇതിന്റെ മുമ്പിൽ ഒരു അഡ്ജക്റ്റീവും കൂടെ ആഡ് ചെയ്യണം. ഇതൊരു ലോങ് ഷോർട്ട് ഫിലിമാണ്. കാരണം ഇതിന്റെ റൈറ്ററെ ഷീസ് ഒരു വേർബോസ് ആയിട്ടുള്ള ഷോർട്ട് ഫിലിമാണ്. ഒരുപാട് ഇമോഷൻസ് അവർക്ക് പറയാനുണ്ട്. ഈ 3 ക്യാരക്ടേഴ്സാണ് ടോട്ടൽ ഷോർട്ട് ഫിലിമിലുള്ളത്. അപ്പോൾ ഈ 2 ക്യാരക്ടേഴ്സിൻ്റെ ഡൈനാമിക്സ് കാണിക്കാൻ കുറേ പറച്ചിലുകളുടെ ആവശ്യമുള്ളതുകൊണ്ട് ഇറ്റ് ജസ്റ്റ് വെന്റ് ഓൺ ആൻഡ് ഓൺ. അങ്ങനെയാണ് ഇത്. അങ്ങനെ മൂഡ് ഓക്കെയാണ്. മൂഡ് ഓക്കെയാണ്. ഞാൻ കണ്ട ഭാഗമൊക്കെ ഓക്കെയാണ്. നമ്മൾ ഈ സ്ലോ പേസ് എന്ന് പറയുന്ന സാധനം, അതായത് ഇപ്പം ഇടയ്ക്ക് ജീത്തു ജോസഫ് പറഞ്ഞ പോലെ ലാഗില്ലാതെ എനിക്ക് സിനിമ ചെയ്യാൻ കഴിയില്ല എന്ന് പുള്ളി പറയും പോലെ ഈ ലാഗ് ഉള്ളതാണ് സൗന്ദര്യം ചില സ്ഥലങ്ങളിലൊക്കെ. പക്ഷേ ഈ ലാഗിന്റെ സൗന്ദര്യം ഇപ്പം നമ്മൾ ഈ കാലഘട്ടത്തിൽ കുറെ ഇതായി പോകുന്നുണ്ട്. അത് ഫാസ്റ്റ് കട്ടാണ്, ഫാസ്റ്റ് കട്ടിന്റെ കാലഘട്ടമാണ്. ചെറുപ്പക്കാരെ ഒരിക്കലും അവരും സ്പീഡായിട്ട് പൊക്കോട്ടെ. ലാഗ് കുറച്ച് നമ്മൾ ഈ പറയുന്ന സംസാരിച്ചു വന്നതുപോലെ നമ്മൾ ഈ പഴയ വസന്തങ്ങളാണല്ലോ ഫേസ്ബുക്കില്. ഈ 80, 70, 80, 90 വരെ, 90ന്റെ ബിഗിനിങ് വരെ ഉള്ളവരൊക്കെ വസന്തങ്ങളാണ്. അതുകൊണ്ട് പിന്നെ അതിനെപ്പറ്റി പറയണ്ട. ലാഗ് എന്ന് തോന്നിയാൽ സമ്മതിച്ചേക്കാം. ഈ ലൂസിഫറിന് ശേഷം പിന്നെ ഞാൻ മഹാറാണിയിൽ ഉള്ളത് അറിയാം. മഹാറാണിയിൽ ചെറിയ റോളാണ്. അതെ അതെ. ലൂസിഫറിന് ശേഷം അങ്ങനെ വലിയ പ്രൊമനന്റ് ആയിട്ടുള്ള കുറെ സംഭവങ്ങളൊന്നും ചെയ്തിട്ടില്ല. മഹാറാണിയിൽ ഒരു ക്യാരക്ടർ, എന്താ പറയുക, ഒരു ഗസ്റ്റ് അപ്പിയറൻസ് പോലത്തെ ഒരു സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഹോട്ട്സ്റ്റാറിൽ ഈ വെബ് സീരീസ് കാരണം ഒരു 7 എപ്പിസോഡ്സിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ അതിലുണ്ട് കുറച്ച്. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുമ്പോൾ
ഇടയ്ക്ക് വന്ന് ചെയ്യും, അങ്ങനെ ഉള്ളൂ. ഈ വർക്ക് കഴിഞ്ഞിരിക്കുന്ന പടങ്ങളേതൊക്കെയാണ്? ഇപ്പോൾ ഇതാണ് ഇപ്പോൾ തീർന്നത് ഈ ഹോട്ട്സ്റ്റാറിൻ്റെ വെബ് സീരീസാണ്. ആൻഡ് ദാറ്റ് വെൻറ്റ് ക്വൈറ്റ് ലോങ്. നമ്മൾ ഈ വർഷത്തിൻ്റെ ഒരു മെയ് മുതലൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഇടയിലൊക്കെ ഇങ്ങനെ ബ്രേക്സ് ഉണ്ടായിരുന്നു. പക്ഷേ പല സ്ഥലത്തായിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. ഒരുപാട് സ്ഥലത്തൊക്കെ പോയി ഷൂട്ട് ചെയ്തു റഹ്മാൻ സാറിൻ്റെ കൂടെ. ഇപ്പോൾ നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ഇനിയിപ്പോൾ തമിഴ്നാട്ടിൽ കുറച്ച് ദിവസം കൂടെ ഷൂട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി പോവുകയാണ്. അല്ല, ഇവിടെ ഇടയ്ക്ക് വന്ന് നിൽക്കണോണ്ടാണോ ഈ സാധ്യതകൾ കുറഞ്ഞു പോണത്? ഇല്ലെങ്കിൽ അങ്ങനെ ഇല്ല, ഇത് സാധ്യതകൾ ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഡിസൈഡ് അല്ലേ വാട്ട് സോർട്ട് ഓഫ് വർക്ക് യു വോണ്ട്. ഡു യു വോണ്ട് ടു ഓൾവേസ് വർക്ക്? ഡു യു വോണ്ട് ടു ഓൾവേസ് ഷോ യുവർ ഫേസ്? ഓർ എന്തെങ്കിലുമൊക്കെ ഇനിയിപ്പോൾ എക്സൈറ്റിംഗ് ആയിട്ടുണ്ടെങ്കിൽ. പണ്ട് അങ്ങനെയല്ലേ, പണ്ട് ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വാസ് നോട്ട് വെരി ഷുവർ നമ്മൾ ചെയ്യുന്നത് കറക്റ്റാണോ. അപ്പോൾ എല്ലാം അവസരങ്ങളാണ്. ആര് നമ്മളുടെ അടുത്ത് സിനിമയായിട്ട് വന്നാലും അയ്യോ അവരെല്ലാവരും കൂടെ ഒരു സിനിമയായിട്ട് വരികയല്ലേ, അതിൻ്റെ ഭാഗമാവണ്ടേ പിന്നെ. അപ്പോൾ നമ്മൾ അതിൻ്റെ കഥയോ അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റുപാടോ ഇത് നടക്കുമോ, ഇതാത് റിലീസാവുമോ, ഇതൊന്നും നമ്മൾ നോക്കുന്നില്ല. നമ്മളപ്പോൾ നമ്മുടെ മേലുള്ള വിശ്വാസവും നമുക്ക് കുറവാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും ഒരു പരിപാടിയുടെ ഭാഗമാവുക. ഇപ്പം അങ്ങനെയല്ലേ, ഇപ്പോൾ ഇഫ് ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്, അതിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനോ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അതിപ്പോൾ ചെറിയ പ്രൊജക്റ്റൊന്നോ വലിയ പ്രൊജക്റ്റൊന്നോ ഒന്നുമില്ല, ജസ്റ്റ് അത് നമ്മളെ എക്സൈറ്റ് ചെയ്യാം. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു വിചാരം. അല്ല, പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ ഒളിപ്പിച്ച് വെക്കുന്നുണ്ടോ എന്ന് തോന്നുന്നു ഈ ഫേസ്. ആണോ? ഒരു മുഖമല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ഒളിപ്പിച്ച് വെക്കാം. നമുക്ക് ആഴ്ചയിൽ മാറ്റാനിങ്ങനെ മുഖങ്ങളുണ്ടായിരുന്നെങ്കിൽ ഓരോന്ന് അപ്ലോഡ് ചെയ്യായിരുന്നു. പക്ഷേ അപ്പോൾ ഐ തോട്ട് ജസ്റ്റ് എപ്പോഴാണോ നമുക്ക് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ. പിന്നെ മാത്രമല്ല ഈ പെർഫോമൻസുകളിലേക്ക് പോവാം എന്നുള്ളൊരു താല്പര്യമൊക്കെ ഉണ്ട്. ഒളിപ്പിച്ച് വെക്കുന്നതല്ല കേട്ടോ, ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഷോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ചെയ്യണമെന്നുണ്ട്. കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ. മനസ്സിലായി. ഇപ്പോഴത്തെ നിങ്ങൾക്ക് തന്നെ നമുക്കറിയാലോ കുറച്ച് അച്ചിട്ട പോലത്തെ പരിപാടികളാണ്. അപ്പോൾ ആ അച്ചിൻ്റെ ഭാഗമാണ് വെച്ചിട്ട്. അല്ലല്ല, അതിനകത്ത് വ്യക്തമായിട്ട് അഭിപ്രായം പറയണം. ഈ അച്ഛനൊന്നും പറഞ്ഞ് ഉഴപ്പി അങ്ങ് പോകാൻ പറ്റില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഒരു കാര്യം, എല്ലാം എൻ്റെ സഹോദരൻ നിങ്ങൾ വലിയ ടെലിവിഷൻ അവതാരകനാണ്. ഈ കാലഘട്ടത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? നമ്മളിപ്പോ യൂട്യൂബേഴ്സ് ഈ കാലഘട്ടം ഭരിക്കുകയാണ്, എങ്ങനെ നോക്കിക്കാണും? അടിപൊളിയല്ലേ, എല്ലാവരും മുഖത്ത് നോക്കി സത്യം പറയണം. നമുക്കിപ്പോൾ എല്ലാ വിഷയത്തിലും നമുക്ക് ഭയങ്കരമായിട്ട് നല്ല ക്വാളിറ്റി വർക്ക് തരുന്നവരും ഉണ്ടാവും. വെറുതെ ഫോണിൻ്റെ മുമ്പിലിരുന്ന് എന്നാൽ ഞാനൊരു അഭിപ്രായം പറഞ്ഞേക്കാം എന്ന് പറയുന്നവരും ഉണ്ടാവും. അപ്പോൾ അതിൽ എനിക്കിപ്പോൾ അവരെയും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഇവരൊക്കെ ഗുഡ് കോണ്ടന്റ് ഉണ്ടാക്കുന്ന, നമ്മളെ രസിപ്പിക്കുന്ന ഒരുപാട് യൂട്യൂബേഴ്സിനെ എനിക്കറിയാം, വ്ളോഗേഴ്സിനെ എനിക്കറിയാം. ആൻഡ് ഐ തിങ്ക് ദേ ആർ ഡൂയിങ് എ ഫിനോമിനൽ ജോബ്. നമുക്ക് എത്ര വ്യക്തികളെ അറിയാൻ പറ്റി ചില വ്ളോഗേഴ്സ് കാരണം, അല്ലെങ്കിൽ ചില സ്ഥലങ്ങൾ അറിയാൻ പറ്റി, അല്ലെങ്കിൽ ചിലപ്പോൾ ഭക്ഷണമോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നവരുണ്ടല്ലോ. നല്ല കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവരുണ്ട്, അതിനുവേണ്ടി ഒരു സ്പെഷ്യൽ എഫേർട്ട് എടുക്കുന്നവരുണ്ട്, അതൊരു എൻ്റർടൈനിങ് ആക്കാൻ വേണ്ടി ചെയ്യുന്നവരുണ്ട്. എന്നാൽ അതിന് നേരെ ഓപ്പോസിറ്റിലുള്ള ആൾക്കാരും ഉണ്ട്. നമുക്ക് അവരെ അറിയാം, യു നോ ദം ഓൾസോ. ഇതൊക്കെ കൃത്യമായിട്ട് അറിയുന്ന ആൾക്കാർ കമൻറ്റുകൾ ഇടുന്നുണ്ട്. നമ്മൾ കുറച്ച് നേരം മുമ്പ് പറഞ്ഞല്ലേ ഉള്ളൂ, ഈ കമൻറ്റുകളാണ് ഭയങ്കര രസം. ചില കമൻറ്റുകളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ. ചിലർ കമൻറ്റ് മാത്രമേ വായിക്കുന്നുള്ളൂ, വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഇനി എന്താണ് ആളുകൾ ഇതിനെ പറ്റി പറയുന്നതെന്ന് നോക്കാമെന്ന് പറഞ്ഞല്ലേ. കമന്റുകൾ ഭയങ്കര രസമാണ്. കമന്റ് മാത്രം വായിക്കുന്നത്, അത് വീഡിയോയുടെ ജസ്റ്റ് ഒരു തമ്പ് കാണും, തമ്പ് കണ്ടിട്ട് കമന്റ് വായിക്കും. കമന്റ് വായിച്ചിട്ട് ഇതിനനുസരിച്ച് അഭിപ്രായം കമന്റ് ചെയ്യുന്നവരുവരുണ്ട്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയായിരിക്കും, കാരണം യു കീപ്പ് അപ്പ് അല്ലേ ഓരോ കണ്ടന്റുകളും. പക്ഷേ അതിൽ നമുക്ക് അറിഞ്ഞൂടാത്ത ഒരുപാട് ഏരിയാസ് ഉണ്ട്. ഇപ്പൊ ഗെയിമിന്റെ ഏരിയാസ് ഉണ്ടല്ലോ, ഇതൊക്കെ നമുക്ക് അറിഞ്ഞൂടാത്ത ഒരു ഗെയിമിംഗ് അല്ലേ. ഗെയിമിംഗ് എന്ന് പറയുന്നത് എനിക്കൊരു ഐഡിയ ഇല്ലാത്ത ഏരിയ. എനിക്കും ഒരു ധാരണയില്ല. അപ്പം നമ്മൾ ഈ വസന്തങ്ങളൊന്നും സത്യത്തിൽ വിളിക്കാൻ പറ്റുന്ന ഏരിയ അതാണ്. ഞാൻ പറയില്ലേ, ചില കാർട്ടൂൺ ക്യാരക്ടേഴ്സിനെ നമുക്ക് കുറച്ച് ആൾക്കാരെയൊക്കെ അറിയാവോ, ബാക്കി പിള്ളേർക്ക് അറിയാവുന്ന കാർട്ടൂൺ ക്യാരക്ടേഴ്സിന്റെ പേര് പറയുമ്പോഴേ ഞാൻ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക, എനിക്കൊന്നും ഒരു ധാരണയില്ല. പിന്നെ മാത്രമല്ല എന്താ പറയുക, ഇപ്പം നമ്മൾ ഈ ഒരു 30s ഒക്കെ ഇതിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കുറേ കൊറിയ, ജപ്പാൻ സിലബസ് ഒക്കെ വന്നിട്ടുണ്ട്. നമ്മൾ പഠിക്കുമ്പോൾ ഈ സിലബസ് ഒക്കെ കുറവായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ സിലബസിൻ്റെ ഒരു വ്യത്യാസം. അല്ല, ഈ പിള്ളേർക്ക് ആ ഭാഷയൊക്കെ കേട്ടാൽ മനസ്സിലാവും. പിന്നെ എനിക്ക് എൻ്റെ ഫാമിലിയിലുള്ളവർ തന്നെ ഈ കൊറിയൻ ഡ്രാമ അതൊക്കെ കാണുന്ന ആൾക്കാരൊക്കെ വളരെ കൂടുതലാണ്. എവ്രിബഡി ടോക്സ് അബൌട്ട് അത്. പിന്നെ മാത്രമല്ല ഈ പെൺപിള്ളേരുടെ ഒക്കെ സ്റ്റേറ്റസിലൊക്കെ കൊറിയൻ ഭാഷയിലാണ് അവരുടെ സ്റ്റേറ്റസ് ഒക്കെ, മലയാളികളുടെ. അപ്പം ഞാനിത് വന്നിട്ട് പോയിട്ട് കോപ്പി പേസ്റ്റ് ചെയ്ത് നോക്കും. മനസ്സിലാവും, മറ്റേ BTS എന്തോ ഒരു സംഭവമാണെന്നൊക്കെ എനിക്ക് അപ്പോഴും
നമ്മൾ നോക്കുമല്ലോ, നമുക്ക് ക്യൂരിയോസിറ്റി ഇപ്പോഴും ഉണ്ട്. അതെ, നമുക്ക് ചെറുപ്പത്തിലുണ്ടായിരുന്ന ക്യൂരിയോസിറ്റി ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഇതാണ് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, കീപ്പപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. കൂടെ പിടിക്കുക. എനിക്ക് അസൂയാണ് കേട്ടോ സത്യത്തിൽ. പിന്നെ ഉറപ്പായിട്ടും നമുക്ക് എനിക്ക് ഭയങ്കര അസൂയാണ് ഇവന്മാരൊക്കെ കാണിച്ചു കൂട്ടുന്ന ഒരു കാര്യങ്ങളാണ് പറ്റുന്നില്ലെന്ന് ആലോചിക്കും. ഇറ്റ്സ് ഗുഡ്. ആ ഷിഫ്റ്റ് നമ്മൾ വിറ്റ്നസ് ചെയ്യേണ്ടതാണ്. പിന്നെ മാത്രമല്ല, നമ്മൾ റഹ്മാൻ സാറിൻ്റെ പാട്ടുകൾ, രാജാ സാറിൻ്റെ പാട്ടുകൾ, അല്ലെങ്കിൽ കുറച്ചും കൂടെ നമ്മുടെ പേരൻസിൻ്റെ ടൈമാണെങ്കിൽ റാഫി സാബ്, അല്ലെങ്കിൽ കിഷോർ ദാ, അല്ലെങ്കിൽ ദാസേട്ടൻ്റെ, ബാബുക്ക, അങ്ങനത്തെ ഒക്കെ പാട്ടുകളൊക്കെ ഒരു കാലം വരെ ഈ വസന്തങ്ങൾ, ഈ സോ കോൾഡ് വസന്തം ഫോർമാറ്റ് ഉണ്ടല്ലോ, അതിന് നമുക്ക് ഇഫ് വി വോണ്ട്, ഈ ലോകം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്താ പറയുക, മണിച്ചിത്രത്താഴൊക്കെ ഇറങ്ങിയത് 90s ആ സമയത്താണ്. ഇപ്പം 2023 ആയി. പക്ഷെ നമുക്കിപ്പോഴും മണിച്ചിത്രത്താഴ് തന്നെയാണ് മലയാളം സിനിമയിലത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫിലിം. അല്ല, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാം. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. സോ ദർ ഹാസ് ബിൻ സോ മെനി ചേഞ്ചസ് എവ്രിവെയർ. അപ്പോൾ ഇറ്റ്സ് ബെറ്റർ ദാറ്റ് വി ഫോളോ ഇറ്റ്. അപ്പം ഞാൻ ഇപ്പം ചെയ്യുന്നത്, ഞാൻ എൻ്റെ സിസ്റ്ററിൻ്റെ മകൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ ഇടക്ക് ഓരോന്നൊക്കെ ചോദിക്കും. പക്ഷെ അവനൊന്നും പറയാൻ വലിയ താല്പര്യമില്ല. നിങ്ങളോടൊക്കെ എന്ത് പറയാനുള്ള പോലെയാണ് അവൻ്റെ ഒരു നയം. എന്നാലും ഞാൻ മാക്സിമം ചോദിച്ച് മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കാറുണ്ട്. മനസ്സിലാവില്ല. ഈ D4ലേക്ക് വന്നാൽ, D4 ആണ് അത്യാവശ്യം ആരാധകരെ തന്നിട്ടുള്ള ഒരു ഷോ. അതിൽ കോമിക് ആയിട്ടുള്ള ഒരുപാട് സ്പേസസ് ഉണ്ടായിരുന്നു. ഈ പറയുന്ന പ്രസന്ന മാസ്റ്ററും നിങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അടിപൊളിയായിട്ട് പോയിട്ടുണ്ട്. ഒരു എപ്പിസോഡ് ഈ മുടി വെട്ടിക്കാൻ ഓടിക്കുന്നത് ചെയ്തിട്ടുണ്ട്. സാധ്യമാണ്. പക്ഷെ എനിക്ക് സങ്കടമാണ് തോന്നിയത് ചില. എന്റെ ഇവിടെ ഇങ്ങനെ ഒരു ഇത്തിരി ഉണ്ടായിരുന്ന വാലെടുത്തിട്ട് അല്ല, അതെന്തിനാ വെട്ടിയ ശരിക്കും സത്യത്തില്? ഇല്ല, അത് പിന്നെ ആ സമയത്ത് എല്ലാം ഓക്കെയാണ്. നമ്മൾ പിന്നെ അതിന്റെ ഒഴുക്കിലാണ്. പിന്നെ ഒരു ഫൺ പരിപാടിയല്ലേ. നമ്മളെല്ലാം യമുന ചേച്ചിയാണ് അല്ലോ D4 ഡാൻസിലേക്ക് എന്നെ കൊണ്ടുവരുന്നത്. യമുന ചേച്ചി. അപ്പോൾ യമുന ചേച്ചി ഓരോ ഐഡിയയും ഇതുകളൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മളൊക്കെ അതിന്റെ ഒഴുക്കിന്റെ കൂടെ പോകും. പിന്നെ അത് ഫണ്ണായിരുന്നല്ലോ ഓൾ ടുഗദർ. അല്ല, ഫണ്ണായിരുന്നു. പക്ഷേ അതിൽ ഇടയ്ക്ക് ഇപ്പൊ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ വെച്ചിട്ട് അവനോട് അത് ചെയ്യരുതെന്നൊക്കെ ഉള്ളത് പറഞ്ഞ ആളുകൾ. അല്ല, കുറച്ച് സപ്പോർട്ട് കിട്ടിയാനെ ഓഡിയൻസിന്റെ ഫേസ് നോക്കിയാൽ അയ്യോ അത് വെട്ടണ്ട എന്നുള്ളതായിരുന്നു. പക്ഷെ ആ ഒരു ഫൺ മൂഡിൽ അവരും കൂടെ നിന്നതാണ്. ഈ D4 ഡാൻസിൽ പ്രസന്ന മാസ്റ്ററും ഒക്കെ ആയിട്ട് ആ ഉണ്ടാക്കിയ ഷോയിലെ കുറെ ഓർമ്മകളുണ്ടല്ലോ. പേർലിയായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകളും ഒരുപാട് ഓർമ്മകളുണ്ട്. ആക്ച്വലി ആ ഫുൾ സീസണിൽ എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് D4 ഡാൻസ് ഭയങ്കര പേഴ്സണലി ഓൾസോ, എനിക്ക് നാട്ടിലേക്ക് ഞാൻ അവിടെ ജോലിയൊക്കെ ചെയ്ത് മര്യാദക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഈ സിനിമയുമായിട്ടും അല്ലെങ്കിൽ മീഡിയയുമായിട്ടൊക്കെ വീണ്ടും എന്നെ റീകണക്ട് ചെയ്യാൻ സഹായിച്ചത് ഈ D4 ഡാൻസ് തന്നെയാണ്. അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ആഗ്രഹം, നമുക്ക് അതിൻ്റെ പിന്നാലെ പോകാം, കുഴപ്പമൊന്നുമില്ല എന്നൊരു റീഅഷ്വറൻസ് ഒക്കെ തരുന്നൊരു സാഹചര്യം ഉണ്ടായത് ഈ D4 ഡാൻസ് കാരണം തന്നെയാണ്. മനോരമയുടെ ആ ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അത് നിങ്ങളുടെ പേർലിയും ആദ്യം കൂടെ ഉള്ള ഒരു കോമ്പിനേഷൻ പറയൂ. അത് പേർലി ആക്ച്വലി എന്താണെന്ന് പറയും, ഞാൻ ഇതിലേക്ക് എന്നെയാണ് അവർ സെലക്ട് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ തന്നെ പേർലി എനിക്കൊരു മെസ്സേജൊക്കെ അയച്ചു, നിന്നെ ഒന്ന് കാണണം, ഒരു റാഗിങ് റൂട്ടിൽ. അപ്പം ഞാൻ പറഞ്ഞു കാണാം, നമുക്ക് കാണാം എന്നുള്ള പോലെ. എന്നിട്ട് ഫ്രം ദെയർ ഷീ കൈൻഡ് ഓഫ് സപ്പോർട്ടഡ്. പേർലിയുടെ സപ്പോർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ആ ഷോനെ സംബന്ധിച്ച്. ആൻഡ് പേർലി ഗേവ് ദി എക്സാക്ട് സപ്പോർട്ട് നീഡഡ്. ആ ഒരു കംപ്ലീറ്റ് പുഷും. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും ഇൻഹിബിഷൻസ് ഒന്നുമില്ല. പേളി ഇപ്പോൾ നമ്മളെന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് അതേ ഇതിലൊക്കെ നമ്മളും പറയും. പിന്നെ പ്രസന്ന മാസ്റ്ററിനോടും ഒന്നും, പിന്നെ യമുന ചേച്ചി എന്നോട് പറഞ്ഞു, ഈ ബഹുമാനമൊന്നും ഓവറായിട്ട് ഇങ്ങനെ കാണിക്കണ്ട, അത് ബ്രേക്ക് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നതെന്ന്. അപ്പോൾ ബഹുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യക്ഷത്തിലുള്ള ബഹുമാനങ്ങൾ, ഈ എല്ലാം ഒരാളോടൊരു ബേസിക് ബഹുമാനം നമുക്ക് എന്തായാലും വേണമല്ലോ. അത് ബേസിക് ആണല്ലോ. അല്ലാതെയുള്ള ഈ കാണിച്ചു കൂട്ടുന്ന സംഭവങ്ങൾ അധികം വേണ്ട. അപ്പോൾ ആ ഒരു റൂട്ടിൽ തന്നെയാണ് ഈ ബാക്ക് ആൻസറിങ്ങും. പക്ഷെ അന്ന് യൂട്യൂബ് കോമൻസിൽ ഉണ്ടായിരുന്നു, ഇവൻ ഇന്നലെ വന്നല്ലേ ഉള്ളൂ, ഇവന് ആരാണ് ഈ ജഡ്ജസിന് കയറി ഇങ്ങനെ ചൊറിയാൻ എന്നൊക്കെ കമൻറ്റുകൾ ഞാനും ഒന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ പിന്നെ ഡയറക്ടറിന് അതായിരുന്നു ആവശ്യം, അതുകൊണ്ട് നമ്മളത് ഫോളോ ചെയ്തു. പിന്നെ ആ ഷോ ടോട്ടലി ഒരു ഫൺ ഷോ ആയിരുന്നു. സോ ആ ഒഴുക്കിൻ്റെ കൂടെ സഞ്ചരിച്ചു ഞാനും. അങ്ങനെയാണ്. ഈ പ്രസന്ന മാസ്റ്ററും പ്രിയമണിയും ഇവരെല്ലാവരും ഇത് അതിനകത്ത് ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ഈ കൗണ്ടേഴ്സും, കൗണ്ടർ തന്നെ രണ്ട് തരത്തിലുണ്ട്. സ്ക്രിപ്റ്റഡ് അല്ല കേട്ടോ, അതെ, സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്ന സാധനമുണ്ട്. ആ അടിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ, അത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് ഭയങ്കര സത്യം പറഞ്ഞാൽ ചില ദിവസങ്ങളിലൊക്കെ ആ സ്വാതന്ത്ര്യത്തിൽ നിന്നൊക്കെ ഇവർ ചിലപ്പോൾ ഇങ്ങനെ പിണങ്ങും. ഇവർ ചപ്പാത്തിയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടാന്നൊക്കെ പറയും. നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ആ പിണക്കമൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ചില സമയത്തൊക്കെ അത് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ആ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. മഴവില്ലും അതുപോലെ യമുന ചേച്ചിയും തന്നിരുന്ന സ്വാതന്ത്ര്യമായിരുന്നു അത്. ബട്ട് ദാറ്റ് വാസ് വാട്ട് വർക്ക്ഡ്. ആ ഷോനെ സംബന്ധിച്ച്
അതാണ് വർക്കായത്. ലൈക്ക് യുനോ അപ്പാർട്ട് ഫ്രം ദ ഡാൻസ് ടാലൻസ് ഡെഫിനറ്റ്ലി ഭയങ്കര ഏറ്റവും ടാലൻറ്റഡ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് അത് തന്നെയാണ് അതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. പിന്നെ D4 ഡാൻസിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വാസ് സോ ഫ്രീ, ലൈക്ക് യുനോ ഈസി ഒരു റൂട്ടിലുള്ള ഒരു ഷോ ആയിരുന്നു എന്നുള്ളതാണ്. പക്ഷെ വർക്ക് ഹെവി ആയിരിക്കുമല്ലോ ഈ സ്ട്രെസ് മാനേജ് ചെയ്യുന്ന ഒരു പക്ഷേ ഇതിന്റെ ഷോയുടെ വിജയം കാണുമ്പോഴായിരിക്കും അല്ലേ? അതെ, സ്ട്രെസ് മാനേജ്മെന്റ് ഒക്കെ വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഷൂട്ട് അറൌണ്ട് 2-3 episodes a day. If we start at around 8, we go late until 8. എന്താണ് ഒരു 12 hour എന്തായാലും പോവും. അപ്പം അതിൻ്റെ ഒരു സ്ട്രെസ്സൊക്കെ ഉണ്ടാവും. ഇനിയൊരു എപ്പിസോഡും കൂടി ചെയ്യണ്ടേ. പക്ഷേ അതിലുള്ളൊരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എപ്പിസോഡ് വൈൽ വി ഷൂട്ട് ആൻഡ് യുനോ ദർ ആർ സം മൊമെൻറ്റ്സ് ഇൻ ദി എപ്പിസോഡ്. അതിൽ കുറച്ച് രസകരമായ മൊമെൻറ്റ്സ് വന്നു കഴിഞ്ഞാൽ വിൽ ഫീൽ ഈ എപ്പിസോഡ് അടിപൊളിയായിരിക്കും. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അതിൻ്റെ വിജയമാണ് പിന്നെ അടുത്ത. പിന്നെ D4 ഡാൻസ് വളരെ കളക്റ്റീവായിട്ടുള്ള ഒരു ഒരു വിക്ടറി ആയിരുന്നു. D4 ഡാൻസിന് എനിക്ക് ഇറ്റ് വാസ് വെരി ലൈക്ക് ഞാൻ ആ ടീമിൻ്റെ ഭാഗമായെങ്കിലും ഐ ഹാഡ് എ ലോട്ട് ഓഫ് പ്രഷർ. എന്താ പറയുക, അതൊക്കെ എങ്ങനെയോ മാനേജായി പോയി ആ കാലത്ത്. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഐ ഡോണ്ട് വോണ്ട് ടു ലൈക്ക് ക്യാരി അതേ സംഭവം തന്നെ ഇങ്ങനെ. ദാറ്റ് ഇസ് വൈ ഐ ഡിഡ്ന്റ് ഡു എനി ഷോസ്. പിന്നെ അതുകൊണ്ടാണ് ബ്രേക്ക് ചെയ്തത്. ഞാൻ അതിനുശേഷം ഒരു ക്വിസ് മാസ്റ്റർ ആയിട്ടൊരു ഷോ ചെയ്തു, സ്റ്റിൽ സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞിട്ട്. ഈ എന്താ പറയുക, ആളുകൾ ചോദ്യം തെറ്റുത്തരമൊക്കെ തന്നു കഴിഞ്ഞാൽ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അതേപോലെ അങ്ങ് വീഴും താഴോട്ട്. അങ്ങനത്തെ ഒരു ഷോ ചെയ്തിരുന്നു. എൻ്റെ മോളാണ് ആ ഷോ ഇത് ചെയ്തത്. അതെ, ഒരു പുതിയ പരീക്ഷണമായിരുന്നു. ദാറ്റ് വാസ് ഓൾസോ ഫൺ. പിന്നെ അതിനുശേഷം ഐ ഡിഡ്ന്റ് ഡു എനി ഷോസ്. അതും രസമായിരുന്നു കേട്ടോ, അതും ശ്രദ്ധിക്കപ്പെട്ട ഒരു പരിപാടി. അതെ 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 അത് ഈ പറഞ്ഞ പോലെ എൻ്റെ മോളുടെ ഒരു പ്രൊഡക്ഷൻ അലോങ് വിത്ത് മനോരമ ഇറ്റ് ഡിഡ് വെൽ. കുഴപ്പമില്ലാതെ ചെയ്തിരുന്നു ആ ഷോ. ഇറ്റ് വാസ് ഗുഡ്. എൻ്റെ മോൾ വിളിച്ചിട്ട് എന്താ പോവാത്തെ ബിഗ് ബോസിന്? എൻ്റെ മോൾ ആക്ച്വലി എന്നെ ബിഗിനിങ്ങിൽ ഇതിൻ്റെ മെയിൻ ആൾക്കാരൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ്. കാരണം നമ്മൾ ഈ ഇതൊക്കെ ചെയ്തതുകൊണ്ട്, ഈ സ്റ്റിൽ സ്റ്റാൻഡിങ് ഒക്കെ ചെയ്തിട്ടുള്ള അന്ന് മുതലുള്ള പരിചയം അവരുമായിട്ട്. അപ്പോൾ അവരെന്നെ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, എന്താണ് ബിഗ് ബോസ് വരുന്നുണ്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, നിങ്ങൾ വൺ ഓഫ് ദ ഫസ്റ്റ് കണ്ടസ്റ്റൻസ് ആണെന്ന്. ആ കോള് പേളിക്കും പോയി. ഇപ്പോഴും പേളിയുടെ ജീവിതം വേറൊരു റൂട്ടിലേക്കൊക്കെ പോയി ബിഗ് ബോസുകാർ. ദാറ്റ്സ് ലൈക്ക് യുനോ അടിപൊളിയാണ്. ഐ എം വെരി ഹാപ്പി ഫോർ ബോത്ത് ഓഫ് ദം. എന്നെ സംബന്ധിച്ച് ഐ വാസ് ഇപ്പോഴും ഐ ഹാവ് നോ റിഗ്രറ്റ്സ്. കാരണം ബിഗ് ബോസ് ചിലപ്പോൾ നമ്മൾ പറയില്ലേ, നമുക്ക് ചിലപ്പോൾ പറ്റില്ലായിരിക്കും. ഇപ്പോഴും എനിക്ക് തോന്നുന്നത് അങ്ങനത്തെ ഒരു ഷോ ആണ്. അല്ല, എനിക്ക് അങ്ങനെ സ്ട്രാറ്റജികളൊന്നും കളിക്കാൻ, എനിക്ക് എൻ്റെ സ്ട്രാറ്റജികളൊക്കെ നല്ലതാണ്. പക്ഷെ ഫോർ മൈസെൽഫ് അത് ഞാൻ ഭയങ്കര ലൗഡായിട്ട് ആളുകളെല്ലാം കാണുന്ന രീതിയിൽ സ്ട്രാറ്റജൈസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് സാർ എന്നുള്ളൊരു സംഭവമാണ്. പിന്നെ മാത്രമല്ല ആ ഷോയിൽ ഐ ഫീൽ ഇറ്റ്സ് ബെറ്റർ ദറ്റ് കുറച്ച് ഒരു പോപ്പുലാരിറ്റി വേണം എന്നുള്ളവർക്കൊക്കെ, ലൈക്ക് യുനോ ഇഫ് ദേ വോണ്ട് ടു ലൈക്ക് ഒരു പെട്ടെന്നൊരു ഇമ്മീഡിയറ്റ് പുഷ് ഓഫ് പോപ്പുലാരിറ്റി വേണം എന്നുള്ളവർക്കും അങ്ങനെയൊക്കെ തല്ലി നിന്ന് അവിടെ പിടിച്ചു നിൽക്കാനൊരു മനക്കരുത്തൊക്കെ ഉള്ളവർക്ക് പറ്റിയ ഷോ ആണ്. അടിപൊളിയാണ് അങ്ങനത്തെ ആൾക്കാർ. പിന്നെ എന്നെയൊക്കെ സംബന്ധിച്ച് ചിലപ്പോൾ ഞാൻ അറിയില്ല എങ്ങനെയായിരിക്കും ഒക്കെ റിയാക്ട് ചെയ്യാന്ന്. ആദ്യമൊക്കെ നമ്മളിങ്ങനെ മര്യാദക്കൊക്കെ നിന്ന് പെട്ടെന്ന് നാഗവല്ലിയുടെ റൂട്ടിൽ നമ്മുടെ മുഖമൊക്കെ മാറിക്കഴിഞ്ഞാൽ ഹോ ഇവന് ഇതുവരെ വോട്ട് ചെയ്യാന്നാണ് വിചാരിച്ചത്, ഇനി വേണ്ട എന്നൊക്കെ പറയുന്ന ആൾക്കാർ, വെറുപ്പിക്കാൻ നിൽക്കുന്ന ആൾക്കാർ. അല്ല, പക്ഷെ ആദ്യം സംസാരിക്കുമ്പോഴൊക്കെ ഭയങ്കര ചിരിച്ചുകൊണ്ട് ക്യൂട്ടായിട്ടാണ് സംസാരിക്കുന്നത്. ആണ്, പക്ഷെ നമുക്ക് അങ്ങനെ തന്നെയാണ് നമ്മളങ്ങനെ. പക്ഷെ എന്തല്ല, നമുക്കൊക്കെ ഉണ്ട് ആ സൈഡ് കേട്ടോ. കയറി നേരെ മാറി ചൊറിയാൻ വന്നാൽ നമ്മൾ മാന്തും എന്നുള്ള സൈഡ് നമുക്ക് എല്ലാ ബേസിക് മലയാളി ട്രേറ്റുകളൊക്കെ ഉള്ള ആളാണ്. സത്യത്തിൽ എൻ്റെ ഒരു ആഗ്രഹം പറയട്ടെ, ആദ്യം ഇനിയെങ്കിലും ബിഗ് ബോസിൽ പോകണം. ആണല്ലേ, അതേ പോലെ ഒരാളിനെ ഞങ്ങൾ സമാധാനമായിട്ട് ഈ സുന്ദരമായ മുഖം ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഐ ഡോണ്ട് നോ. പക്ഷെ ഭയങ്കര രസമായിരിക്കും കാണാൻ. ഈ സുന്ദരന്മാരൊക്കെ ഇങ്ങനെ ദേഷ്യം കാണിക്കുമ്പോൾ ആൾക്കാർക്ക് കാണാൻ ഞാൻ ഭയങ്കര ദേഷ്യക്കാരനായിരുന്നു ആക്ച്വലി. ഒരു ഐ തിങ്ക് ദേഷ്യമൊക്കെ ഉള്ള ഒരാൾ തന്നെയായിരുന്നു. പിന്നെ അതൊക്കെ പതുക്കെ എനിക്ക് തോന്നുന്നു ഈ വസന്തം 30s ഫോർമാറ്റിലേക്ക് കയറിയപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ ഗിയർ ഒന്ന് ഡൗൺ ചെയ്തേക്കാം എന്ന് വിചാരിച്ചിട്ട്. ദാറ്റ്സ് ഹൗ ഇറ്റ് ഈസ്. അല്ലാതെ യുനോ പീസ് ലവിങ് ആണ്. ഇപ്പോൾ ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുമ്പോൾ തന്നെ കോംപ്ലിക്കേഷൻ ആയിരിക്കും. നിങ്ങളിപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഡിസ്റ്റർബ്ഡ് ആണ്. അങ്ങനെയുണ്ടല്ലോ. ഈ ലൂസിഫറില് ആ ലൊക്കേഷനിൽ പോയി നിൽക്കുന്നത് ഭയങ്കര ഒരു രസമാണ്, പ്രൗഡാണ്. അയ്യോ ഭയങ്കര ഭയങ്കര. ലൂസിഫർ സംഭവിക്കുന്ന സമയത്ത് രാജുചേട്ടൻ്റെ കൂടെ 9 എന്ന് പറയുന്നൊരു സിനിമയിൽ
കപ്പിൾ ഓഫ് സീൻസ് ചെയ്തപ്പോഴാണ് പുള്ളി ഈ ലൂസിഫറിലേക്ക് വിളിച്ചത്. ഇയാൾ കൊള്ളാം എന്ന് തോന്നിയിട്ടുണ്ട്. പുള്ളി വിളിച്ചു ഒരു ക്യാരക്ടറിന്. ആൻഡ് ഐ ഫെൽറ്റ് വെരി വെരി ഹാപ്പി. നമുക്ക് അങ്ങനത്തെ ഒരു പടം അതിൽ വിളിച്ചത് തന്നെ വലിയൊരു സന്തോഷമാണ്. അങ്ങനെയാണ് പോയി ചെയ്യുന്നത്. ആ സെറ്റ് ഭയങ്കര ഗ്രാൻഡ് സെറ്റാണ്. ലൈക്ക് നമ്മളെല്ലാവരെയും അവിടെ കാണും. ലാലേട്ടന്, എന്താ പറയുക, മഞ്ജു ചേച്ചി, ടൊവി, എല്ലാവരും ഉണ്ടായിരുന്നു ആ സെറ്റിൽ. പിന്നെ നമ്മുടെ ഡയറക്ടർ തന്നെ ഒരു സൂപ്പർ സ്റ്റാർ. അപ്പോൾ ലൈക്ക് അതിൻ്റെ മൊത്തം എനർജി തന്നെ ഡിഫറെൻ്റ് ആണ്. പിന്നെ ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകൾ നിങ്ങൾ കണ്ടില്ലേ, സിനിമ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ, ഇത്രയും ഓരോ ദിവസവും അത്രയും ആളുകളെ ഹാൻഡിൽ ചെയ്തിരുന്നൊരു സെറ്റാണ്. എനിക്കതിൽ ഏറ്റവും എന്താ പറയുക, ഭയങ്കര ഒരു അത്ഭുതമായി തോന്നിയത് പൃഥ്വിരാജ് എന്ന് പറയുന്ന ഡയറക്ടറിൻ്റെ ഒരു ഫോക്കസ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഫിലിമാണ്. ഹി വുഡ് ഹാവ് ഡൺ സോ മെനി ഫിലിംസ്, ആക്ട് ചെയ്തിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഡിറക്ഷനുള്ള സപ്പോർട്ടൊക്കെ അദ്ദേഹം കൊടുത്തിട്ടുള്ള സിനിമകളിലുണ്ടാവും. പക്ഷേ അത്രയും വലിയൊരു സെറ്റ്, അത്രയും ആർട്ടിസ്റ്റുകളുള്ള ഒരു സിനിമ പുൾ ഓഫ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വാസ് നോട്ട് ഈസി. കാരണം നമ്മളത് കാണുന്നുണ്ട് ഡെയിലി. അതെ, തിരുവനന്തപുരത്ത് ഷൂട്ട് ചെയ്തിരുന്ന സമയത്തും കൊച്ചിയിൽ ഷൂട്ട് ചെയ്തിരുന്ന സമയത്തും ഒക്കെയാണ് ഞാൻ അവിടെ ഉണ്ടായിട്ടുള്ളത്. ആ സെറ്റിൽ ഭയങ്കര ഈസി ആയിട്ട് ഫുൾ കോൺഫിഡൻസിലാണ് ആ ടീം അത് പുൾ ഓഫ് ചെയ്തത്. എവറിബഡി ഇൻ ദാറ്റ് ടീം ഭയങ്കര ഹൈലി ടാലൻറ്റഡ് പീപ്പിൾ. എന്തെങ്കിലും കുഞ്ഞു തമാശയോ എന്തെങ്കിലും മൊമെന്റ്സ് പറയുമോ അതിൻ്റെ? ഞാനങ്ങനെ മൊമെൻറ്റ്സുകൾ, ഞാൻ സത്യം പറഞ്ഞാൽ ലൈക്ക് അവിടെ എന്നെ സംബന്ധിച്ച് എനിക്ക് ലാലേട്ടൻ നമ്മളോടടുത്ത് ഒരു ഹായ് പറഞ്ഞതും അല്ലെങ്കിൽ രാജേട്ടൻ നമ്മളെ അടുത്ത് കറക്റ്റ് ചെയ്തിട്ട് ഇങ്ങനെയല്ല ഇതിങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കിയേ എന്ന് പറയുന്ന കുറേ കറക്ഷനുകൾ സംഭവിക്കുമല്ലോ നമ്മളെ. പിന്നെ ഞാൻ തമാശയല്ല, എനിക്ക് ഏറ്റവും ടെൻഷൻ എനിക്ക് ഡയലോഗുകൾ. ഞാൻ ഭയങ്കര ഈ മഗപ്പ് ചെയ്ത് സ്കൂളിലും അതെ മഗപ്പ് ചെയ്യാൻ ഭയങ്കര പ്രശ്നമാണ് എനിക്ക്. അപ്പോൾ ഈ ഡയലോഗ്സുകൾ ലേൺ ആൻഡ് അൺലേൺ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ചെയ്യണം ശരിക്കും. യു നീഡ് ടു നോ യുവർ ലൈൻസ് ബട്ട് യു ഷുഡ് നോ ഇറ്റ് ലൈക്ക് ഭയങ്കര മഗപ്പ് ചെയ്ത പോലെ. അപ്പോൾ എനിക്ക് ആസ് എൻ ആക്ടർ ആ കണക്ഷൻ ഇറ്റ് വാസ് എ ലിറ്റിൽ ഡിഫിക്കൽട്ട് ആ സമയത്തൊക്കെ. നൗ ഇറ്റ്സ് ബെറ്റർ, നൗ ഇറ്റ്സ് വേ ബെറ്റർ. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഡയലോഗുകൾ തെറ്റും. അപ്പോൾ ഇദ്ദേഹം മൈക്കിലൂടെ അതിൽ ഡയലോഗ് തെറ്റിക്കല്ലേ അതിൽ. അപ്പം നമ്മൾ ഫുൾ മറ്റേ പുള്ളിയുടെ ശബ്ദമാണല്ലോ, പുള്ളിയുടെ ശബ്ദം പൃഥ്വിരാജിൻ്റെ ശബ്ദത്തിൽ നമ്മളെ പേരും വിളിച്ചിട്ട് അപ്പോൾ അപ്പോൾ അത് ലൈക്ക് ഓക്കെ ഐ ഷുഡ് ഡു ബെറ്റർ എന്നുള്ളൊരു പുഷ് ഉണ്ടായിരുന്നു. ബട്ട് ദാറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് ഓൾ ടുഗെദർ. പിന്നെ എപ്പോഴും ഞാൻ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ രാജുചേട്ടൻ എനിക്ക് റെസ്പോണ്ട് ചെയ്യും. ഈസ് സച്ച് എ സ്വീറ്റ് പേഴ്സൺ ദാറ്റ് വേ. എപ്പോഴും ലൈക്ക് വെനെവർ ഐ ഹാവ് സെൻഡ് മൈ മെസ്സേജ് അധികം വൈകാതെ തന്നെ ഹിൽ സെൻഡ് എ റെസ്പോൺസ്, എ വെരി സ്വീറ്റ് റെസ്പോൺസ് ദാറ്റ് ടു എപ്പോഴും. സോ ഐ മെയിൻറ്റെയിൻ ദാറ്റ്. ഈ ഒരുപാട് മുമ്പേ ടെലിവിഷൻ ഷോയിലൊക്കെ വന്നിട്ടും എൻ്റെ മനസ്സിൽ ശരിക്കും നിങ്ങളൊരു നായകനായി കാണേണ്ട സമയം കഴിഞ്ഞു. അപ്പം എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു കഥ നമ്മുടെ മുമ്പിലേക്ക് എത്താത്തത്? അത് ഇത് ആക്ച്വലി ഞാൻ എന്തെന്നറിയോ, വെൻ യു ആക്ച്വലി ലുക്ക് സക്സസ് എന്ന് പറഞ്ഞൊരു ഒരു റൂട്ട് പിടിക്കുമ്പോൾ ലൈക്ക് ഐ ഹാവ് ഓൾവേസ് ഫെൽറ്റ് ഇപ്പോൾ ടി വിയിൽ ദർ വാസ് ഇപ്പോഴും ടി വിയിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഷോ ചെയ്യാനൊക്കെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ ആക്ടിങ്ങിനെ സംബന്ധിച്ച് വരുമ്പോൾ ഇത് കുറേ കൂടെ കളക്റ്റീവായിട്ട് സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് സിനിമ 5 കൊല്ലം മുമ്പുള്ള സിനിമ അല്ല ഇപ്പോൾ, 2 കൊല്ലം മുമ്പുള്ള ഫോർമാറ്റ് വരെ ഇപ്പോൾ വർക്കാവില്ല. സോ അത് ഞാനൊക്കെ ഐ ഹാവ് ടു ലേൺ ദി അതർ വേ എന്നുള്ള ഹാർഡർ വേ. അപ്പം ഞാൻ കുറേ അന്ന് ആഗ്രഹത്തിൻ്റെ പുറത്ത് പോയി കുറേ സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഐഡിയ ഇല്ല ഇത് നല്ല ടീമാണ് ഉണ്ട്, അതും ഇതൊക്കെ ആയിട്ടൊരു 20 ഫിലിംസ് 25 ഫിലിംസ് ഒക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ ഇതൊരു ജേണിയാണ്. എനിക്ക് ഐ എം നോട്ട് ലുക്കിംഗ് അറ്റ് ഇറ്റ് ലൈക്ക് നമ്മൾ അയ്യോ നമ്മൾ വിചാരിച്ചത് ഇങ്ങനെ, നിങ്ങളെന്തിനാ വെറുതെ വിചാരിക്കുന്നത്, ഞാൻ സമയം നമുക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കും. ആൻഡ് വാട്ട് ഐ ബിലീവ് ഇസ് ഞാൻ ആ ജേണിയിലാണ് ആസ് എൻ ആക്ടർ. എങ്ങനെയൊക്കെ കുറേ കൂടെ ബെറ്റർ ആക്കണം, കുറേ കൂടെ ഒക്കെ റിഫൈൻഡ് ആയിട്ട് എങ്ങനെയൊക്കെ ചെയ്യണം. നമുക്ക് ആക്ടർ എന്നുള്ള രീതിയിൽ കുറേ ഇനിയും ലേൺ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ആ ജേണിയിലാണ്. എന്നേക്കിലും ഒരു ബിഹേവിയർ ആണ് കൂടുതലും ക്യാമറ വെച്ചിട്ട് നിങ്ങൾ ബിഹേവ് ചെയ്യുന്ന പാറ്റേൺ ആണ് അതിനകത്ത് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പം അതിൽ നമ്മൾ നടക്കുന്നതൊക്കെ കുറച്ചൊരു ജോലിയാണ്, അതിനകത്ത് ജോലി ചെയ്യണം. വൈറ്റ് ഷോട്ട് വെക്കുമ്പോൾ നമ്മൾ കൂടുതൽ ചെയ്യുന്ന ഒരു സാധ്യതയാണ്. അത് ഈ കാലഘട്ടത്തിന്റെ ഒരു ഷോർട്ട് ഫിലിമാണ്. അതിൽ ബിഹേവ് ചെയ്യുന്ന സമയത്ത് എന്താണ് അതിന്റെ ഒരു തോന്നിയത്, നമ്മൾ ചെയ്യുന്നത് ഓക്കെ ആകും എന്ന്? ഞാൻ ആക്ച്വലി അത്രയും എന്നേക്കും എന്ന് പറഞ്ഞ സിനിമയിൽ അതിലെ ക്യാരക്ടർ റാഫി വളരെ റിഫൈൻഡ് ആയിട്ട് സട്ടിലാണ്. അയാളുടെ പുള്ളിയുടെ മൂവ്മെന്റ്സ് നോട്ടങ്ങളൊക്കെ സ്ലോ ആണ്. ഞാൻ അങ്ങനത്തെ ആളല്ല, ഞാൻ കുറച്ചും കൂടെ
ഞാൻ റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ആളാണ്. അതെ അതെ. ഞാൻ ചാട്ടം കുറച്ച് അധികമുള്ള ആളാണ്. അപ്പോൾ എന്നെ രാജശ്രീ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞത് അതിൽ സ്ലോ, അതിൽ പതുക്കെ. അപ്പോൾ ഒരു ക്യാരക്ടർ ആവാൻ വേണ്ടി നമ്മളൊരു ഈവൻ ഇഫ് ഇറ്റ്സ് ലൈക്ക് ഒരു ഷോർട്ട് ഫിലിം ആണെങ്കിൽ പോലും നമ്മളും അതിനൊരു ഓക്കെ ഇവർക്ക് അതാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറേയും കൂടെ ഒന്ന് സോബർ ആവാനും ഒന്ന് നോർമൽ ആവാനും ഒന്ന് ടോൺ ആവാനും ഒക്കെ നമ്മളും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ദാറ്റ് ഹെൽപ്സ് ആക്ച്വലി. നമ്മൾ വെൻ വി സ്റ്റാർട്ട് ഒരു ക്യാരക്ടറിലേക്ക് കയറുന്ന സമയത്ത് ഒരു ഡയറക്ടറിന് അതിനൊരു ഐഡിയ ഉണ്ടെങ്കിൽ ഡയറക്ടർ ക്യാൻ ടെൽ യു അങ്ങനെ ടേൺ ചെയ്യണ്ട, അങ്ങനെ നോക്കണ്ട, അത്രയും ഫ്രോൺ ചെയ്യണ്ട, അല്ലെങ്കിൽ ആ ഡയലോഗ് ഇങ്ങനെ ഒന്നും കൂടെ ഒന്ന് പരത്തി പറയൂ എന്നൊക്കെ ഒരു ഡയറക്ടർ പറയുമ്പോൾ അത് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഇപ്പോൾ എന്നേക്കും എന്ന് പറയുന്ന സിനിമ ഇത് പ്രൊമോട്ട് ചെയ്യാൻ എനിക്കും ഒരു എക്സൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സന്തോഷം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ബിക്കോസ് ഇത് അവരുടെ ഒരു സൃഷ്ടിയാണ്, അവരുടെ ക്യാരക്ടേഴ്സാണ്. ഈ പറയുന്ന റാഫിയും സേറയും ആ സാഹചര്യമൊക്കെ അവരുടെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഒരു ഡയറക്ടർ നിങ്ങളിത് ചെയ്യണം, നിങ്ങളിത് ചെയ്താൽ ഒരു ഡിഫറെൻ്റായിട്ട് ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞ് നമ്മളുടെ അടുത്തേക്ക് വരുമ്പോൾ വി ഫീൽ ഓക്കെ. അപ്പം നമ്മളെ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു ഡയറക്ടറാണ്. അപ്പോൾ നമുക്ക് പോയി നിന്ന് കൊടുക്കാം. ലെറ്റ്സ് ലേൺ, ഐ വിൽ ഓൾസോ ബി ഏബിൾ ടു ലേൺ എന്നുള്ള ഒരു രീതിയിലാണ് ഞാനത് പോയി ചെയ്തത്. പിന്നെ മാത്രമല്ല എൻ്റെ സുഹൃത്തുക്കളാണ് ഇവരൊക്കെ. ഈ ഡയറക്ടർ ആവട്ടെ, ഇതിൽ ലീഡ് ചെയ്ത ആക്ടേഴ്സ് ആവട്ടെ, അല്ലെങ്കിൽ ക്യാമറ പ്രൊഡക്ഷനിൽ നിന്ന് ആൾക്കാരൊക്കെ ഐ നോ ദം കപ്പിൾ ഓഫ് ഇയേഴ്സ് ആയിട്ട് പരിചയമുള്ളവരാണ്. സിനിമ ഇൻഡസ്ട്രിയിലുള്ളവർ തന്നെയാണ് ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് വാസ് ഈസി. ഈ സിനിമ കാണലൊരു തുടർച്ചയാണ്, പരിപാടിയാണ്. സിനിമ കാണൽ വളരെ ഏതെങ്കിലും നല്ലൊരു സിനിമയെ കുറിച്ച് അഭിപ്രായം പറയും. സിനിമ കാണൽ വളരെ റെഗുലറായിട്ട് ചെയ്യുന്നൊരു പരിപാടി. ഇന്നിപ്പോൾ സലാർ കണ്ടില്ലല്ലോ? ഇല്ല സലാർ കണ്ടില്ല. ഞാൻ ഡങ്കി സിനിമ കണ്ടു. ഈ ഡങ്കി എനിക്ക് ഞാനങ്ങനെ എന്താ പറയുക, ഇപ്പം നമ്മളൊരു റിവ്യൂ പരിപാടിയൊന്നും പറയുന്നില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ മറ്റ് സിനിമകളെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കമ്പാരിസണിൽ വരുമ്പോൾ ചിലപ്പോൾ കുറച്ച് മിസ്സിങ്ങുകൾ ഫീൽ ചെയ്യാം. രാജ്കുമാർ ഹിറാനിയുടെ ഒരു യൂഷ്വൽ സിനിമയ്ക്ക് ഒരു പൂർണ്ണത ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതെനിക്ക് അങ്ങനെ വലിയ ഇതായിട്ട് ഫീൽ ചെയ്തില്ല. പക്ഷേ ദർ വെയർ സം രാജ്കുമാർ ഹിറാനി മൊമെന്റ്സ് ഇൻ ദ ഫിലിം, ഷാറുഖ് ഖാൻ മൊമെന്റ്സ്. അപ്പോൾ അതൊക്കെ കുഴപ്പമില്ലാന്ന് തോന്നി. ഇപ്പം ഇനിയും ഒരുപാട് സിനിമകൾ കാണാനുണ്ട്. മാത്രമല്ല ഇപ്പോൾ OTT ഒരുപാടെണ്ണം വന്നിട്ടുണ്ട്, ഞാനൊന്നും കണ്ടില്ല ഈ ഷൂട്ട് കാരണം. ഈ ഷൂട്ട് ഇതിലൊരു പോലീസിന്റെ ക്യാരക്ടറാണ് ചെയ്യുന്നത് ഈ വെബ് സീരീസിൽ. അടിപൊളി. അപ്പോൾ റഹ്മാൻ സാറിന്റെ കൂടെ പുതിയ കാലഘട്ടത്തിലെ പോലീസാണ്. അതെ റഹ്മാൻ സാറിന്റെ കൂടെ ഉള്ള ഒരു ക്യാരക്ടർ. നമുക്ക് അങ്ങനെയുണ്ടല്ലോ ഇപ്പോൾ, അതായത് പുതിയ സിനിമയിലെ പോലീസും പഴയ സിനിമയിലെ പോലീസും എല്ലാം മാറി. നമ്മൾ പിന്നെ ഞാൻ അങ്ങനെ ലൈക്ക് ഒരുപാട് പ്രോമിനൻറ്റ് പഴയ സിനിമകളൊന്നും ഇല്ലല്ലോ. സോ എനിക്കങ്ങനെ ആ സ്വിച്ചിൻ്റെ ഒരു ഡിഫറൻസ് ഇല്ല. പക്ഷെ ആക്ടിങ്ങിൽ ആ വ്യത്യാസം വരുത്തേണ്ടതായിട്ടുണ്ട്. നമുക്ക് പഴയ സ്റ്റൈൽ ഓഫ് ആക്ടിങ് അല്ലല്ലോ അല്ലേ? അപ്പോൾ എവ്രിബഡി ഹാസ് ടു ഡു ദാറ്റ്. ഇപ്പോൾ ഇൻഡസ്ട്രിയിലുള്ള എവ്രിബഡി അത് എനിക്ക് തോന്നുന്നു പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞില്ലേ ഈ ബിഹേവിയർ, പെരുമാറ്റം. വാട്ട് ഹാപ്പൻസ് ഇസ് വെൻ യു എല്ലാത്തിലും കയറി ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ സീ ദി ആക്ടർ റിപ്പീറ്റിംഗ് ദ ക്യാരക്ടർ ഇൻ എവറി അതർ ഫിലിം. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ ആക്ടറിൻ്റെ എല്ലാ സിനിമകളും കൂടെ തയ്പ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമയാക്കാമല്ലോ. അങ്ങനെ ഒരു റിസ്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഡയറക്ടേഴ്സ് പറഞ്ഞത് കേൾക്കലും പിന്നെ നമ്മൾ സ്വയം നമ്മളോടും പറയണം, ഇത് പോരാ, കാലം മാറി മോനെ. അത് പറഞ്ഞുകൊണ്ടിരിക്കണം. അത് ഞാൻ എന്നോട് എപ്പോഴും പറയുന്നതാണ്. ഞാൻ ആദിലിനെ പേളിമാണി ഷോയിൽ കണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. ഞാൻ അവളായിട്ട് ഒരു തരം ഇപ്പം നിങ്ങളോട് കാണിക്കുന്ന ഈ ഒരു മര്യാദ ഒന്നും എനിക്ക് അവിടെ പേളിയുടെ ഇതിലില്ല, ഫ്ലോറിലില്ല. ഞാൻ കയറിയങ്ങ് മേയും. അത് ഞങ്ങൾ തമ്മിൽ അകലെയാണ്. വി ഹാവ് ബീൻ ഡൂയിങ് ഇല്ലേ ആ ഷോ 100-150 എപ്പിസോഡായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാം കൂടെ. അപ്പോൾ അതിൻ്റെ ഒരു കളക്ഷൻ ഉണ്ടാവുമല്ലോ പേളിയായിട്ട്. പിന്നെ അവൾക്കും കുറച്ച് വട്ടാണ്. ദാറ്റ് വർക്ക്സ്. ഈ ബാക്കിയുള്ള സമയങ്ങളിൽ എന്താ ഇപ്പോഴത്തെ മെയിൻ? ആക്ച്വലി ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള പരിപാടികളൊക്കെ തന്നെയാണ് ബാക്ക് ഡ്രോപ്പിലും ചെയ്യുന്നത്. കുറേ പ്രൊജക്ട്സുകൾ എന്താ പറയുക അതിൻ്റെ ഭാഗമാവാനുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതായത് നമ്മുടെ പ്രൊജക്റ്റ് എന്നുള്ളതല്ല, ലൈക്ക് മെയിൻ സ്ട്രീം ഒരു ക്യാരക്ടറൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള പ്രൊജക്റ്റുകളുടെ ഭാഗമാവാനുള്ള സംഭവങ്ങളൊക്കെ പ്രെപ്പ് ചെയ്യുന്ന ടീമുകളിലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു സാധനം പുൾ ഓഫ് ചെയ്യാനുള്ള ശ്രമത്തിലൊക്കെയാണ്. സിനിമ എന്ന് പറയുന്നത് ഒരു വലിയൊരു ആഗ്രഹമാണല്ലോ എപ്പോഴും. നമുക്ക് നമ്മൾ സിനിമയിലാണെങ്കിൽ പോലും നമുക്ക് ഇനിയും മെറിറ്റുള്ള വർക്കുകൾ, അതായത് നമുക്കും അതുപോലെ
കാണുന്നവനും ഒക്കെ കുറേയും കൂടെ ഇതായിട്ടുള്ള വർക്കുകൾ ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രെപ്സും സംഭവങ്ങളൊക്കെ ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഭയങ്കര ലൗഡല്ല സോഷ്യൽ മീഡിയയിലൊന്നും. അങ്ങനെ ആയിരുന്നു ആക്ച്വലി ഒരു 2017 2018 വരെ. പിന്നെ ഐ തിങ്ക് മെല്ലെ മെല്ലെ ഒരു ഇൻട്രസ്റ്റ് പോയി തോന്നുന്നു, ഒരു കീപ്പിംഗ് അപ്പ് വിത്ത് ദ ട്രെൻഡ്. അപ്പോൾ അത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ അതർവൈസ് ഓൾസോ വെരി മച്ച് ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. ഇടയ്ക്ക് ദുബായിലും പോകും, കാരണം കുടുംബമൊക്കെ അവിടെയാണ്, എല്ലാവരും അവിടെയാണ്. സോ വെനെവർ ദർ ഇസ് വർക്ക് ഐ കം ഹിയർ. അല്ലാത്ത സമയത്ത് ഞാൻ ഇടയ്ക്ക് അവിടെയും പോവും. ഈ പതുങ്ങിയിരുന്നിട്ട് ചാടുവോ? എനിക്കെങ്ങനെ തോന്നുന്നു എന്തൊക്കെയോ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഒരു പടം എന്തായാലും ഓൺ ചെയ്ത് വരും ആദ്യം, സംഭവങ്ങൾ വരും. ഇറ്റ് വിൽ നോട്ട് ബി ലൈക്ക് നമ്മൾ എന്താ പറയുക കംപ്ലീറ്റ്ലി ഒന്നിലും ഇല്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥയൊന്നുമില്ല. ടി വി ചെയ്യാത്തത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ. ഒരു രസമുള്ള ഷോ വന്നു കഴിഞ്ഞാൽ എനിക്കിപ്പോഴും ടി വി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം സിനിമയിൽ ടി വി ചെയ്യുന്നവരോട് ഭയങ്കര താല്പര്യമൊന്നുമില്ല ടു ബി ഓണസ്റ്റ്. എന്നാലും എനിക്ക് നാട്ടുകാരുടെ ഒരു റിയാക്ഷൻ ഉണ്ട്. ടി വി ചെയ്യുമ്പോൾ കിട്ടുന്ന ആളുകൾ ദ വേ ദേ ഷോ ദ ലവ്, അത് ഭയങ്കര രസമാണ്. അത് അനുഭവിച്ച പേളിക്ക് അത് കൃത്യമായിട്ട് അറിയാം. പേളി നോസ് ദ വാല്യൂ ഓഫ് ഇറ്റ്, വർത്ത് ഓഫ് ഇറ്റ്. അവളത് എപ്പോഴും ഫോക്കസ് ചെയ്തിട്ടാണ് എപ്പോഴും കോണ്ടന്റുകൾ. അപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യാൻ അറിയില്ല, എനിക്ക് അങ്ങനെ താല്പര്യമില്ല. അതായത് എപ്പോഴും ഷോസ് ഒക്കെ ചെയ്യാനേ. പക്ഷേ എന്തെങ്കിലും ഒരു നല്ല ഷോ വന്നു കഴിഞ്ഞാൽ, അത് നല്ല ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് ദാറ്റ് മേക്സ് എ ഡിഫറൻസ്. ഇപ്പോൾ വസന്തമായല്ലോ, അപ്പോൾ ആ ഒരു ഫോർമാറ്റിലൊക്കെ ഉള്ള സംഭവം ചെയ്യാം. എന്നാലും നമ്മൾ കോമഡി ഒന്നും വിടൂല. നമ്മൾ ആരെയും കളിയാക്കലും തേക്കലും ഒന്നും നമ്മൾ മറന്നിട്ടില്ല. അതൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വരണം. അതല്ലെങ്കിൽ പിന്നെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നതിൻ്റെ മാത്രമല്ല, നമ്മൾ ഈ കാലം മാറുകയാണ്, ചിന്തകൾ മാറുകയാണ്. നമ്മളിപ്പോഴും മറ്റേ കൊടിയും തൂക്കി പിടിച്ച് ഇതാണ് ആശയം, ഇതാണ് കറക്റ്റ് എന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ബിക്കോസ് ആളുകൾക്ക് ഇതിനൊന്നും സമയമില്ല, നമ്മുടെ അഭിപ്രായം കേൾക്കാനും സമയമില്ല, ഒന്നിനും സമയമില്ല. അപ്പോൾ ദർ ഇസ് എ റൈറ്റ് വേ. ഇപ്പോൾ കുറേ കാര്യങ്ങൾക്ക് പണ്ടത്തെ പോലെ പറയാൻ പാടില്ല, അല്ലേ? നമുക്ക് തന്നെ തോന്നാറില്ലേ, അയ്യോ അതിപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ ഡോണ്ട് തിങ്ക് വി ഷുഡ് റെസിസ്റ്റ് ഇറ്റ്. ഒന്നിനെ നമ്മൾ റെസിസ്റ്റ് ചെയ്യാൻ പാടില്ല. ഫോർ ദാറ്റ് മാറ്റർ നമുക്ക് വരുന്നതും പുറത്ത് സംഭവിക്കുന്നതും ഒന്നിനെ റെസിസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. ബിക്കോസ് യു റെസിസ്റ്റ് ഓർ നോട്ട്, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളെ ശരിക്കും ഒരു കോമഡി സിനിമയിൽ കൂടെ കാണണമെന്ന് എനിക്ക് ആഗ്രഹം. എനിക്ക് സത്യമായിട്ടും ഭയങ്കര അങ്ങനത്തെ ഒരു റോള് ചെയ്യണം. അതായത് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആ D4 ഡാൻസിൻ്റെ ആ ഒരു ഫോർമാറ്റ് എനിക്ക് ഇഷ്ടമാണ്. ഇനി ചിലർക്കൊക്കെ അത് എൻജോയ്മെൻ്റ് ആയിട്ടുണ്ട്, കുറച്ച് പേർക്ക് അത് വെറുപ്പിക്കലുമായിട്ടുണ്ടാവാം. പക്ഷേ ഒരുപാട് പേര് അത് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഐ റിയലി ലൈക്ക് അങ്ങനത്തെ പരിപാടികൾ ചെയ്യുന്നു. അങ്ങനെ ഒരു സാധനം കൂടെ ഉടനെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ വരട്ടെ, സംഭവിക്കട്ടെ, അങ്ങനെ ഏതായാലും അടിപൊളിയായി. താങ്ക് യു സോ മച്ച്. മുമ്പോട്ട് പോട്ടെ. ഒരുപാട് എന്നേക്കും എല്ലാവരും കാണുക. അതെ അതെ. ഒരു ഈ പറഞ്ഞ മാതിരി D4 ഡാൻസിൻ്റെ ഒരു റൂട്ടിലുള്ള ഒരു ക്യാരക്ടറൊന്നുമല്ല, പക്ഷെ കുറച്ചൊരു സട്ടിലായിട്ടുള്ള ഒരു തരം ഒരു ക്യാരക്ടറാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും കാണുക, അതാണ് റിക്വസ്റ്റ്. അതെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.